സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ ഇത്തവണത്തെ ന്യൂ ഇയർ പൊക്കാര വെച്ചിട്ടാണ് കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഫുൾ സെറ്റ് ഓൾ സെറ്റ് ഫുൾ ജനസാഗരാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ കാഴ്ച വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ന്യൂ ഇയറിൻ്റെ പരിപാടി ആയിട്ട് നല്ല തിരക്കാട്ടോ, നല്ല ജനമുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വണ്ടിയൊന്നും കയറ്റി വിടുന്നില്ല, സൈക്കിളൊക്കെ കയറ്റി വിടും. പിള്ളേരുടെ സൈക്കിളൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ നടന്നു. രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ സ്റ്റാളും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ഞാൻ ഓടപ്പോയേനെ. അതുപോലെ ഇവിടെ ലോക്കൽ ആളുകളുടെ കുറേ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. കൊച്ചടിക്കോ ഇവിടെ കൊമ്പ് വെച്ച് ഫോട്ടോ ഇവിടെ ആൾക്കാർ കൊമ്പ് വെച്ച് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. നമ്മള് ലേക്ക് സൈഡിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവാ, ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോവാ അല്ലേ. ഇവന്റെ തല എല്ലാ തവണ എന്റെ വീഡിയോയിൽ കണ്ടാവും. ഞാൻ ഇങ്ങനെ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റും. പല ആൾക്കാരും പല സ്റ്റോറിന്ന് പാട്ടിട്ടതും പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് പാട്ടിട്ടതൊക്കെ കേട്ടോ കേൾക്കുന്നത്. കണ്ടമാനം ആൾക്കാർ നടന്ന് പോകുന്നുണ്ട്. ഓ മൈ ഗാഡ്, അൺബിലീവബിൾ. ഭയങ്കര ഒരു ഫെസ്റ്റീവ് ആയിപ്പോട്ടെ ഇവിടെ. നിറച്ച ആളുകൾ, അതുപോലെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇവിടെ പൊക്കാര ഇതുപോലത്തെ ഭംഗിയായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. രണ്ടാമത്താണ് ഇത്ര ഭംഗിയായിട്ട് कभी तुझे मैं उतरूं तो सांसों से गुजरूं तो आए दिल को राहत. ഇവിടെ എന്താ സംഭവം കണ്ടോ? മിനി ഫുട്ബോളാട്ടോ. ബോളെവിടെ? ആ ബോൾ ഇറക്കേണ്ടി വരും. പോരാ ലൈറ്റ് പോയി ബോളല്ല. പോരാ നീ കളിക്കുന്നോ? ഇല്ല, അവനറിയാൻ വയ്യ. അതുകൊണ്ടാണെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, തണുപ്പത്ത് തള്ള സഹിക്കാൻ പറ്റൂല. ഈ സൈഡിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ലൈവായിട്ട് എന്തിനോ നിർത്തിപ്പൊടിക്കുന്നുണ്ട്. ലൈവ്
ഇവിടെ റഷ് കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ആളായി. നമ്മൾ ഈ സൈഡിൽ കൂടെ അപ്പുറ സൈഡിൽ കൂടെ കണ്ടിട്ട് ആൾക്കാർ ഇടിച്ചിട്ടിട്ട് പോവാ. ഇവിടുത്തെ പിള്ളേരൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് സെറ്ററൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര ഉണ്ടപ്പക്കളുകളായിട്ടിരിക്കല്ലേ. കൂട്ടു ബേബീസ് എവിടെ ഉള്ളതല്ലേ. ഇവിടെ നോക്കണ്ട വരും. ഇത് കാണുന്നതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്. പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പെൺപിള്ളേർ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര തിരക്ക്. എന്തോ പരിപാടി. വഴിയോരത്ത് നടന്ന് പോവാണ്. സൈഡിലൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു പോവാണ് ഞങ്ങൾ നേപ്പാളിലെ വഴിയോരത്ത്. പൊക്കാരയിലെ വഴിയോരത്ത് തലക്കിടിക്കും. അപ്പൊ അവരെനിക്കിട്ട് പിടിക്കും. അതുകൊണ്ട് ഇത് താത്തി പിടിക്കാതെ. എന്റെ മുയൽ തൊപ്പി അടിപൊളിയല്ലേ. ഇങ്ങനെ വെച്ച് നടന്നു. ഞങ്ങളിപ്പോ ആകാശത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവിടെ വല്ലാത്തൊരു തിരക്ക്. നോക്കട്ടെ. ുള്ളതും എന്തൊക്കെ പറഞ്ഞാല് സ്ട്രീറ്റ്സിന്റെ ഭംഗി കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ ലൈറ്റ്സിന്റെ കൂടെ ടിബറ്റൻ ഫ്ലാഗുകൾ കേട്ടോ. ഭയങ്കര ഒരു ഭംഗിയാണ് അത് കാണുമ്പോൾ തന്നെ. ആ കളറും അതുപോലെ ഈ ലൈറ്റിന്റെ ഇടയ്ക്കുള്ള ആ കളറിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ നോക്കിയൊക്കെ വോഡ്ക ചില്ലുകൂട്ടി കയറിയിരിക്കും. ചില്ലുകൂട്ടില്ല, ലൈറ്റ് കൂട്ടി കയറിയിരിക്കുന്നത്. ഇതേ നമ്മുടെ പാണ്ടക്കുട്ടനൊക്കെ വഴി നിൽപ്പുണ്ട്. നമുക്ക് ഇപ്പുറത്ത് വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഷോപ്പ് കണ്ടോ. കാട്ടുവാസി ലുക്കില്ലേ. എന്താ ഇത് വൈബ് സ്ഥലമാണോ? ഇതെന്താ ഉദ്ദേശിക്കുന്നവര്? ആംബിയൻസ് ഒക്കെ കൊള്ളാല്ലേ. കൊള്ളാം. അതാരാ ബട്ടർഫ്ലൈയുടെ ഫ്രണ്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നത്? ഷെഫിന്റെ പേരൊക്കെ ഉണ്ട്. ആദ്യം ചെയ്ത ഷെഫിന്റെ പേര് ഇതെല്ലാം മറ്റേ നമ്മുടെ തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ്റെ ക്രാഫ്റ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് പുത്തൻ തണ്ണിമത്തൻ്റെ നടക്ക്. നമ്മള് സൂക്ഷിച്ചതാണെന്നല്ല ചിലപ്പോ സൈക്കിൾ അടിക്കുന്ന പറപ്പിക്ക സൈക്കിളല്ല. ഈ ചെമ്പിനകത്തിരിക്കുന്ന ഫ്രഷ് ആയിട്ട് ചൂടാക്കി ജനസാഗരട്ടോ. ജനസാഗരം. നമ്മളിങ്ങനെ ഫ്ലോയ്ക്ക് അനുസരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. എവിടേക്കോ പോകുന്നുണ്ടല്ലേ. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഒരു രക്ഷയില്ല. നമ്മളെ തള്ളിക്കൊണ്ട് പോവാ ആൾക്കാര്. എല്ലാവരും തിരക്കാട്ടോ. അതുകൊണ്ട് കൈ പിടിച്ച് അയ്യോ അയ്യോ.
സ്വീറ്റ് എന്തിയാ 13 ആയിട്ടുള്ളൂ. ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണല്ലേ. ഫുഡ് കഴിക്കാൻ പോവാ. 2020 പോലെ ലാസ്റ്റ് ഡിന്നർ. രണ്ടുപേരും കൂടി ഉണ്ട് ഫ്രണ്ടില്. കാണാൻ വയ്യ. അവരെ നടത്തിക്കാം. ഇവിടെ കണ്ട കൊമ്പുകള്. ഇവിടുത്തെ ആക്ച്വൽ ക്രൗഡ് കാണാൻ നോക്കിയാൽ മതി കേട്ടോ. കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വരില്ല. ഞാൻ പിന്നെ എന്നെ കണ്ടുപിടിക്കണമെങ്കിൽ അന്വേഷിച്ച് നടക്കാൻ വരാം. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അടിപൊളിയാണ്. ഫുള്ള് ജനങ്ങളാണ്. ജനങ്ങൾ ഒച്ചപ്പാടും പാട്ട് ഡാൻസ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാട്ടോ. അടിപൊളിയാ അടിപൊളി. വയ്യാണ്ടായ വയസ്സായ പാവം 2025 കുരച്ചുകൊണ്ട് കിടക്കാനുള്ള പരിപാടിയാണ്. പുകയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് മറ്റേ വെടിക്കെട്ട് കാണാൻ വന്നേട്ടോ. 12 മണിയാകുമ്പോ ഇവിടെ കൂട്ടിയിട്ട് കത്തിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാണുമെന്ന് അറിഞ്ഞൂടാ. ഞങ്ങള് വന്നതിനെ കൊണ്ട് വെടിക്കെട്ട് ഒഴിവാക്കിയോന്ന് ഡൗട്ട് ഇല്ലാതില്ല. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഇവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഡൗട്ടാണ് ഇവിടെ വെടിക്കെട്ട് ഉണ്ടാവുമെന്ന്. കാരണം മട വന്നിട്ട് മൊത്തം മഞ്ഞ് കാണാൻ വന്നിട്ട് മഞ്ഞ് കണ്ടില്ല. കണ്ടോ ജനസാഗരമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കടലോ പടക്കം പൊട്ടി വെയിറ്റ് ചെയ്യാം. അടുത്തുനിന്നൊക്കെ പൊട്ടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ന്യൂ ഇയറിന്റെ പടക്കം പൊട്ടങ്കിലൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ തിരിച്ചു പോകട്ടെ. നോക്കി എന്ത് മനുഷ്യന്മാരാണ്. അങ്ങനെ 2025 ആയത്. ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങി. ഭയങ്കര തിരക്ക് ഇവിടെ. ഇതിന്റെ ഇടയ്ക്കൂടെ നമുക്കിപ്പോ ഒന്നും പോകാൻ പറ്റില്ല. നമ്മളിവിടെ ഇരുന്ന് പതുക്കെ പോകേണ്ട വരും. അതുപോലെ ജനങ്ങളാട്ടോ ഇവിടെ. അടിപൊളി ജനസാഗരത്തൊക്കെ പറയേണ്ടി വരും. ഇടയ്ക്ക് ഡാൻസ് ഉണ്ട്, പിള്ളേരൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ ജനങ്ങൾ.